സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാലിന്യ പ്ലാന്റിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തി നമ്മുടെ ഗിരീഷും പാർട്ടി പ്രവർത്തകരും കെ നായരുമായിട്ടൊന്ന് ഉടക്കിയിരുന്നു. അതിനിടയ്ക്ക് ഒരു പാർട്ടി പ്രവർത്തകൻ കെ നായരെ പിടിച്ച് തള്ളിയിട്ടപ്പോൾ അതിൻ്റെ കലിക്ക് അയാളാണെങ്കിൽ കേസൊക്കെ കൊടുക്കുന്നു. ശേഷം പ്ലാന്റ് ഉദ്ഘാടനം തടസ്സപ്പെടുത്തിയതിന് ശേഷം ഗിരീഷ് വീട്ടിലേക്ക് വന്ന് നമ്മുടെ രജനിയും കൂട്ടി സ്കാനിങ്ങിന് പോകാൻ നിന്ന സമയത്താണ് അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത്. ശരിക്കും നല്ല വിശപ്പുണ്ടായിരുന്ന ഗിരീഷാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന അതേ സമയത്ത് രജനിയാണെങ്കിൽ സ്കാൻ റിപ്പോർട്ട് മുന്നത്തെ റിപ്പോർട്ടാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം പോലീസ് ജീപ്പാണെങ്കിൽ ഗിരീഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പോലീസ് ജീപ്പ് കണ്ടതും രജനിയാണെങ്കിൽ ആകെ പേടിക്കുന്നു. കാരണം എന്താ പോലീസ് ജീപ്പൊക്കെ വരാൻ കാര്യം? ഇവിടെ ആരും കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒന്നാമത് കെ നായരുടെ ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം രജനിക്ക് എപ്പോഴും പേടിയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പോലീസ് ജീപ്പും കൂടി വരുന്നത് കണ്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുമ്പോൾ കുറച്ച് പോലീസുകാരകത്തേക്ക് പെട്ടെന്ന് കയറി വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗിരീഷിനെ ഒരു വാക്ക് പോലും പറയാതെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അമ്മയും രജനിയൊക്കെ വന്ന് തടയുന്നു. എന്താ എൻ്റെ ഭർത്താവ് ചെയ്ത കുറ്റം, എന്തിനു വേണ്ടിയിട്ടാണ് ഗിരിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അമ്മയും ചോദിക്കുമ്പോഴത്തേക്കും വധശ്രമത്തിൻ്റെ പേര് ഗിരീഷിനെതിരെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, കെ നായരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും രജനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നു. നിൽക്കി ഞാനൊന്ന് പറയട്ടെ എന്ന് ഗിരി പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഗിരിയെയും വിളിച്ച് പോലീസ് പോകുമ്പോഴത്തേക്കും അമ്മയും രജനിയും പിന്നാലെ ഓടിപ്പോയി കരയുന്നു. രജനിയുടെ സങ്കടം കണ്ടിട്ട് അമ്മയാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നു. അപ്പം പോലീസ് ജീപ്പിൽ കയറിയ ഗിരീഷും പറയുന്നു, രജനി നീ ചുമ്മാ ടെൻഷനൊന്നും അടിക്കരുത്, ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം, നീ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എങ്കിലും രജനി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ഭർത്താവിനെ കൺമുന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ട് ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അമ്മയും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ രജനി ഫോൺ എടുത്ത് അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതുപോലെ പോലീസ് ഗിരി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കെ നായരുടെ പ്ലാന്റ് ഉദ്ഘാടന ദിവസം അത് തടസ്സപ്പെടുത്തി വധശ്രമത്തിൻ്റെ പേരിനാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രഭാവതി അതിനേക്കാളും ടെൻഷൻ അടിച്ച് കോള് കട്ട് ചെയ്ത് ആ വിവരം സിദ്ധാർത്ഥനോട് പറയാൻ പോകുമ്പോഴത്തേക്കും സിദ്ധാർത്ഥനോട് ഫയൽ നഷ്ടമായ കാര്യം ദേവി സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇസബല്ലയ്ക്ക് വേണ്ടിയിട്ട് നന്ദനാണെങ്കിൽ ആ ഫയൽ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ആ ഫയൽ നഷ്ടമായാൽ മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്ന ദേവിക അതിനൊരു സൊല്യൂഷൻ എന്ന രൂപത്തിൽ സിദ്ധാർത്ഥനോട് സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് പ്രഭാവതി വന്ന് ഈ കാര്യം കൂടി പറയുന്നത്. തൻ്റെ മകളുടെ ഭർത്താവിനെ, അതായത് തൻ്റെ മരുമകൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു പങ്ക് എന്ത് പറഞ്ഞാലും ദേവികയ്ക്കുണ്ട്. ദേവികയോട് കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുത്, അത് ജനങ്ങൾക്കും അതുപോലെ പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ആ പ്ലാന്റ് ഒപ്പിട്ട് കൊടുത്തതിൻ്റെ ഭവിഷ്യത്തായിട്ടല്ലേ ഗിരി ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം സന്തോഷമായില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് സിദ്ധു ആണെങ്കിൽ നിയന്ത്രണം വിട്ട് ദേവിയോട് ചൂടാവുന്നു. അപ്പോൾ പ്രഭാവതി ഇടയ്ക്ക് കയറി തടസ്സം പറയുന്നു. പ്രഭാവതിക്ക് അറിയില്ലേ, ഞാനും നന്ദുവും കൂടെ നിർബന്ധിച്ചതിൻ്റെ പേരിനാണ് ദേവിക ആ പ്രൊജക്റ്റ് ഒപ്പിട്ട് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന കളി എന്താണെന്ന് ദേവിക്കോ സിദ്ധുവിനോ ഒന്നും അറിയില്ല. എന്നിട്ട് സിദ്ധുവിനാണെങ്കിൽ ദേവിയോടുള്ള കലി ഒട്ടും അടങ്ങുന്നില്ല. എന്നാലും ദേവി സിദ്ധുവിനെ സമാധാനിപ്പിക്കുന്നു. ഇന്ന് തന്നെ ഞാൻ ഗിരിയെ പുറത്തിറക്കിക്കൊണ്ട് വരും, അച്ഛൻ പേടിക്കേണ്ട, ഞാനായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നം ഞാനായിട്ട് തന്നെ തീർത്തോളാം എന്ന് പറഞ്ഞ് ദേവിയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം തിരക്കുമ്പോഴത്തേക്കും ഗിരിയാണെങ്കിൽ അവിടെ നിൽക്കുന്നു. മാത്രമല്ല ഗിരിയോടൊപ്പം പാർട്ടി പ്രവർത്തകരായി പോയ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ദേവികയോട് ഗിരി പറയുന്നു, ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന്, പക്ഷേ രജനി ആകെ വിഷമിച്ചിട്ടുണ്ട്, എനിക്ക് അതേ ഉള്ളൊരു പേടി എന്ന് പറയുമ്പം നേരെ സിയെ കാണാൻ പോകുന്നുണ്ട് നമ്മുടെ ദേവി കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് വധശ്രമത്തിൻ്റെ പേരിനാണ് ഇപ്പം പരാതി തന്നിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്തെങ്കിലും ആരും കുറ്റം സമ്മതിച്ചിട്ടില്ല. പക്ഷെ സമ്മതിപ്പിച്ചേ പറ്റൂ, കാരണം കേസ് സ്ട്രോങ് ആക്കണം. കെ നായർ പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഗിരിയെ ഒന്ന് കൈകാര്യം ചെയ്യണം, കാരണം അയാൾ ഒറ്റയൊരുത്തൻ കാരണമാണ് പ്ലാന്റിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത്. മേഡമല്ലേ ആ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിന് അംഗീകാരം കൊടുത്തത്, എന്നിട്ട് അത് തടസ്സപ്പെടുത്താൻ വരുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായ എന്നൊക്കെ ചോദിക്കുമ്പം ന്യായോ അന്യായോ ഒന്നും പറയുന്നില്ല. ആ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു, എൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ പേര് അങ്ങനെ ചെയ്തതാണ്. എത്രയും പെട്ടെന്ന് ഗിരിയെയും മറ്റു പ്രവർത്തകരെയും പുറത്തിറക്കിയേ പറ്റൂ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരുടെ കർമ്മമാണ് ചെയ്തതെന്ന് പറയുമ്പം പോലീസ് ഓഫീസർ പറയുന്നു, ഞങ്ങൾക്ക് പറ്റില്ല, ഒന്നെങ്കിൽ കെ നായർ തന്നെ തന്ന കംപ്ലൈൻറ്റ് പിൻവലിക്കണം, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പം ദേവിയാണെങ്കിൽ കെ നായരെ കോൾ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ നേരിടാൻ തയ്യാറായിക്കണം. ഞാൻ ഒപ്പിട്ട് തന്നെങ്കിലും എനിക്ക് തന്നെ ഈ പ്ലാന്റ് തടസ്സപ്പെടുത്താൻ അധിക സമയമൊന്നും വേണ്ട, ഞാനൊരു MLA ആണെന്നുള്ള കാര്യം മറക്കണ്ട എന്ന് ദേവികയാണെങ്കിൽ കെ നായരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ
കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് കെ നായർ സ്റ്റേഷനിൽ വിളിച്ച് പറയുന്നു, തനിക്ക് പരാതിയൊന്നുമില്ല, അവരെ പറഞ്ഞു വിട്ടേരെ. എന്തായാലും MLA എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, നിറവേറ്റി കൊടുത്തില്ലെന്നുള്ള ഒരു പരാതി വേണ്ട എന്ന് പറയുമ്പം ഗിരിയെയും മറ്റുള്ളവരെയും പറഞ്ഞു വിടുന്നു. എങ്കിലും പുറത്തിറക്കിയ ദേവികയോട് പാർട്ടിയിലെ പ്രവർത്തകർ അനിഷ്ടം പ്രകടിപ്പിക്കുന്നു, ദേവികയെ നന്നായിട്ട് അപമാനിക്കുന്നു എന്ന് തന്നെ പറയാം. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.